اللهم إني أعوذ بك من قلب لا يخشع ومن دعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع. മുസ്തഫ തിരുമേനി സാധാരണയായി പ്രാർത്ഥിച്ചിരുന്ന വളരെ അർത്ഥവത്തായൊരു പ്രാർത്ഥനയാണിത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അള്ളാഹുവെ, ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും, കേൾക്കപ്പെടാത്ത, അതായത് ഉത്തരം നൽകപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്നും, സംതൃപ്തി വരാത്ത മനസ്സിൽ നിന്നും, പ്രയോജനം ചെയ്യാത്ത വിജ്ഞാനത്തിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഇതിലാദ്യം പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നിൽ അഭയം തേടുന്നു എന്നാണ്. ദുനിയാവിലും ആഖിറത്തിലും ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള ഭയഭക്തി അനിവാര്യമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി വെച്ച് പുലർത്തുന്ന സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് നമസ്കാരത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അതായത് ഏതൊരു ആരാധനാകർമ്മങ്ങളിലും ഭയഭക്തി ഇല്ലെങ്കിൽ ആ കർമ്മങ്ങൾ നിഷ്ഫലമായി തീരും എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൃദയത്തിൽ ഭയഭക്തി ഉണ്ടാക്കുക എന്നതാണ് നമസ്കാരം നിർവഹിക്കുന്നത്. അപ്പോൾ നമസ്കാരത്തിലൂടെ ഭയഭക്തി കൈവരിക്കാത്തവർക്ക് ആ നമസ്കാരം കൊണ്ടൊന്നും നേടാൻ കഴിയുകയില്ല. നമസ്കാരത്തിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ ഭയഭക്തിയിൽ അധിഷ്ഠിതമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ വജ്ജഹത്തു ചൊല്ലിയതിനു ശേഷം ഇപ്രകാരം പറയുമായിരുന്നു: ഖശഅ ലക സംഇ വ ബസരി വ മുഖി വ അളമി വ അസബി. എൻ്റെ കാതും കണ്ണും തലച്ചോറും ചിന്തയും എൻ്റെ എല്ലാ വികാര വിചാരങ്ങളും നിനക്കിതാ അടിയറ വച്ചിരിക്കുന്നു. അഥവാ ഈ നമസ്കാര വേളയിൽ ഞാൻ മറ്റൊന്നും കേൾക്കുകയോ കാണുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്യില്ല, സർവ്വതും നിനക്ക് മുമ്പാകെ അടിയറ വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മിൽ പലർക്കും നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി പലവിധ ചിന്തകളും ഉടലെടുക്കാറുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലി കാര്യങ്ങൾ, ബിസിനസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമസ്കരിക്കുമ്പോൾ ഇങ്ങനെ കടന്നു വരും. അപ്പോൾ അങ്ങനെയോടെ നിസ്കാരത്തിൻ്റെ എല്ലാ ചൈതന്യവും നഷ്ടപ്പെട്ട് കേവലം ഒരു എക്സർസൈസായി മാറുകയാണ്. ആ പ്രാർത്ഥന രണ്ടാമതായി പറഞ്ഞത് മിൻ ദുആഇൻ ലാ യുസ്മഅ, ഉത്തരം നൽകപ്പെടാത്ത, കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കാൻ ചില കാരണങ്ങളൊക്കെ ഹദീസുകളിൽ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബ ബന്ധങ്ങൾ മുറിക്കുക, പാപകർമ്മങ്ങളിൽ ഏർപ്പെടുക, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെ, അതായത് പലിശ അല്ലെങ്കിൽ അതുപോലുള്ള നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന അവസ്ഥ, കൈക്കൂലി, കരിഞ്ചന്ത, അങ്ങനെ പല വഴികളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുടെ പ്രാർത്ഥന അല്ലാഹു തആല കേൾക്കുകയില്ല, ഉത്തരം നൽകുകയില്ല എന്നാണ് പറയുന്നത്. പിന്നീട് പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ, സംതൃപ്തി വരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതായത് ഭൗതിക വിഭവങ്ങളോടും സമ്പത്തിനോടുമുള്ള ത്വരയും ആർത്തിയും നിയന്ത്രിക്കാത്തവർക്ക് സംതൃപ്തി അടയുന്നൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് മാറാൻ കഴിയില്ല. ഹദീസിൽ അവസാനമായി പറഞ്ഞത് ഒമിൻ ഇൽമിൻ ലാ യൻഫഅ, പ്രയോജനമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. അപ്പോൾ ഇക്കാലത്ത് പല വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പഠിപ്പിക്കപ്പെടുന്നത് ജീവിതത്തിൽ യാതൊരു പ്രയോജനം ചെയ്യാത്ത പല കാര്യങ്ങളും പഠിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതിൽ പലതും ദൈവനിഷേധത്തിലേക്കും അതേപോലെ തന്നെ അസാൻമാർഗിക ജീവിത രീതിയിലേക്കും വിദ്യാർത്ഥികളെ തള്ളിവിടുന്നുമുണ്ട്. ജെൻഡർ ന്യൂട്രാലിറ്റി, LGBT തുടങ്ങിയ സദാചാര വിരുദ്ധമായ പല കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത് വിദ്യാലയങ്ങളിൽ നിന്നാണല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതുമൊക്കെ യാതൊരു പ്രയോജനം ചെയ്യാത്ത കാര്യങ്ങളാണ്.
അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായിരിക്കണം സത്യവിശ്വാസി എന്നാണ് ആ പ്രാർത്ഥനയുടെ ചുരുക്കം.